നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അങ്ങനെ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അവസാന നിമിഷത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ ചെറിയ മാറ്റം വരുത്തി പ്രധാനമന്ത്രി വീണ്ടും ഒരു സർപ്രൈസ് നൽകിയിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തും. ഗുരുവായൂരിലെ ചടങ്ങുകൾക്ക് ശേഷം വലപാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ സജ്ജമാക്കുന്ന ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. രാവിലെ 10:10 മുതൽ 11:10 വരെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ഉണ്ടാകും. ശ്രീരാമ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ ഒന്നാണ് തൃപ്രയാർ ക്ഷേത്രം. ജനുവരി 22-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ തൃപ്രയാർ ക്ഷേത്രം തന്റെ യാത്രയിൽ ഉൾപ്പെടുത്താനുള്ള മോദിയുടെ തീരുമാനം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഗ്രൗണ്ട്, കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിന്റെ വശങ്ങൾ, പടിഞ്ഞാറേ നട, ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ എന്നിവിടങ്ങളിലായി ബാരിക്കേഡ് സ്ഥാപിക്കും. സന്ദർശന മുന്നോടിയായി ഞായറാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, റൂറൽ പോലീസ് മേധാവി നവനീത് ശർമ്മ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് N ശങ്കർ, വലപാട് CAK S സുശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രവും പരിസരവും പരിശോധിച്ചു. കേരളത്തിൽ SPGയുടെ ചുമതലയുള്ള സുരേഷ് രാജ് പുരോഹിത് വലപാട് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരുമായി സുരക്ഷാ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ബ്രഹ്മസ്വം മഠത്തിൽ വേദപഠനം നടത്തുന്ന 21 വിദ്യാർത്ഥികളുടെ വേദാർച്ചന, രാമായണത്തെ ആസ്പദമാക്കിയുള്ള ഭജന എന്നിവ ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കും. ജനുവരി 16-ന് വൈകിട്ട് 5-ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് 6-ന് കൊച്ചി നഗരത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. എറണാകുളത്തെ സർക്കാർ അതിഥി മന്ദിരത്തിൽ തങ്ങി പിറ്റേന്ന് രാവിലെ 6:30-ന് ഗുരുവായൂരിലേക്ക് യാത്ര തിരിക്കും. അവിടെ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ ഉൾപ്പെടെ 4 വിവാഹങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം കൊച്ചിയിലേക്കാണ് മടക്കം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര ഷിപ്പ് റിപ്പയറിംഗ് സെന്ററും വില്ലിംഗ്ടൺ ഐലൻഡിലെ പുതിയ ഡ്രൈ ഡോക്കും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പാർട്ടി ഭാരവാഹി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും.